ഉത്തമഗീതം 3-ാം അധ്യായം. എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു. ഞാനവനെ അന്വേഷിച്ചു, കണ്ടില്ല. ഞാനവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും. തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും. ഞാനവനെ അന്വേഷിച്ചു, കണ്ടില്ല. നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി. എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ? ഞാൻ തിരക്കി, ഞാൻ അവരെ കടന്നുപോയതേയുള്ളൂ. അതാ എൻ്റെ പ്രാണപ്രിയൻ, ഞാൻ അവനെ പിടിച്ചു. എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ മുറിയിലേക്ക് കൊണ്ടുവരാതെ അവനെ ഞാൻ വിട്ടില്ല. മണവാളൻ. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ കെഞ്ചുന്നു. സമയമാകുന്നതിന് മുൻപേ നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തുകയോ ഇളക്കിവിടുകയോ ചെയ്യരുതേ. ഗാനം 3. മണവാട്ടി. മീറയും കുന്തുരുക്കവും കൊണ്ട്, വ്യാപാരിയുടെ സകല സുഗന്ധചൂർണങ്ങളും കൊണ്ട് പരിമളം പരത്തുന്ന ധൂമസ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് ആ വരുന്നതെന്താണ്? സോളമൻ്റെ പല്ലക്കു തന്നെ. ഇസ്രായേലിൻ്റെ ശക്തന്മാരിൽ ശക്തന്മാരായ 60 പേർ അതിന് അകമ്പടി സേവിക്കുന്നു. എല്ലാവരും ഖഡ്ഗധാരികൾ, എല്ലാവരും യുദ്ധനിപുണന്മാർ. രാത്രിയിൽ ആപത്ത് വരാതെ അവർ അരയിൽ വാൾ തൂക്കിയിട്ടിരിക്കുന്നു. സോളമൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കു നിർമ്മിച്ചു. അവൻ അതിൻ്റെ തണ്ട് വെള്ളി കൊണ്ടും ചാരുനിടം സ്വർണം കൊണ്ടും ഇരിപ്പിടം ജെറുസലേം പുത്രിമാർ മനോഹരമായി നെയ്തെടുത്ത രക്താംബരം കൊണ്ടും പൊതിഞ്ഞു. സിയോൻ പുത്രിമാരെ, തൻ്റെ വിവാഹദിനത്തിൽ, ഹൃദയത്തിൽ ആനന്ദം അലതല്ലിയ ദിനത്തിൽ മാതാവ് അണിയിച്ച കിരീടത്തോടു കൂടിയ സോളമൻ രാജാവിനെ വന്ന് കാണുക. കർത്താവിൻ്റെ വചനം.